നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. മഴക്കാലമാണ്. ജലജന്യ രോഗങ്ങൾ എങ്ങനെ തടയാം എന്നതിനെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമുക്കൊപ്പം ചേരുന്നത് മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ ടി.എസ്. അനീഷാണ്. ഡോക്ടർ നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇപ്പോൾ ഉൾപ്പെടെ മഹാമാരികളാകാൻ സാധ്യതയുള്ള രോഗാണുബാധകളെ പ്രതിരോധിക്കുന്നതിനായി കേരള സർക്കാർ പുതുതായി ആരംഭിച്ചിരിക്കുന്ന കേരള വൺ ഹെൽത്ത് സെന്റർ ഫോർ നിപ്പ റിസർച്ച് ആൻഡ് റെസിലിയൻസിന്റെ നോഡൽ ഓഫീസർ കൂടിയാണ് ഡോക്ടർ നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളുമായി ഹലോ ഡോക്ടറിലേക്ക് വിളിക്കാം. ഡോക്ടർ, ഈ ഒരു മഴക്കാലം എന്ന് പറയുമ്പോൾ പലപ്പോഴും പലർക്കും ജലജന്യ രോഗങ്ങളെ ഭയമാണ്. കാരണം ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് വരുന്ന വാർത്തകളെല്ലാം അത്തരത്തിലുള്ളതാണ്. ജലജന്യ രോഗങ്ങളെ കരുതിയിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? ജലജന്യ രോഗങ്ങളെന്ന് പറയുമ്പോൾ സാമ്പ്രദായികമായിട്ട് വെള്ളം കുടിക്കുന്നതിലൂടെ പകരുന്ന രോഗങ്ങളെയാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. പക്ഷെ മറ്റനവധി പകർച്ചവ്യാധികളും ജലജന്യ രോഗങ്ങളാണ്. ഉദാഹരണത്തിന് ഡെങ്കിപ്പനി വെള്ളത്തിൽ കൊതുക് മുട്ടയിട്ടുണ്ടാവുന്ന ഒരു രോഗമാണ്. അതോടൊപ്പം എലിപ്പനി എന്ന് പറയുന്നത് മലിനജലവുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നത് കാരണം ഉണ്ടാകുന്ന രോഗമാണ്. ഇപ്പോൾ വെള്ളത്തിലൂടെ വരുന്ന മറ്റൊരുപാട് പകർച്ചേതര വ്യാധികളും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ തന്നെ ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നൊക്കെ പറഞ്ഞിട്ട് ഭീതി ഉയർത്തുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് വെള്ളത്തിൽ കുളിക്കുന്നത് കാരണം വരുന്ന രോഗമാണ്. പക്ഷെ എങ്കിൽ പോലും ജലജന്യ രോഗം എന്ന് പറയുന്നത് വെള്ളം കുടിക്കുന്നതിലൂടെ വരുന്ന രോഗമാണ്. പ്രത്യേകിച്ച് മഴക്കാലത്ത് മാത്രമല്ല, വെള്ളത്തിൻ്റെ ദൗർലഭ്യം നേരിടുന്ന ഉഷ്ണകാലത്തും വെള്ളം കുറയുന്നത് കാരണം ഉള്ള വെള്ളം മലിനമാകാനുള്ള സാധ്യത, അതിൽ നിന്നും ഉണ്ടാകുന്ന ജലജന്യ രോഗങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് മഞ്ഞപ്പിത്ത ബാധ, ഹെപ്പറ്റൈറ്റിസ് എ നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ടുണ്ടായത് മഴക്കാലത്തായിരുന്നില്ല, അത് ചൂട് സമയത്തായിരുന്നു. വെള്ളത്തിൻ്റെ ലഭ്യത കുറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോൾ മഴ വരുന്നത് കൊണ്ടും തീർച്ചയായിട്ടും ജലസ്രോതസ്സുകൾ മലിനമാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ ജലജന്യ രോഗങ്ങൾ ഇപ്പോഴും വരാനുള്ള സാധ്യതയുണ്ട്. കേരളത്തിൽ നമ്മൾ മൊത്തമുള്ള കേരളത്തിലെ പകർച്ചവ്യാധികളുടെ ഒരു കണക്കെടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ സാധാരണയുള്ള വൈറൽ പനികൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന പകർച്ചവ്യാധി ജലജന്യ രോഗങ്ങളാണ് എന്ന് കാണാനായിട്ട് കഴിയും. ഡോക്ടർ, ജലജന്യ രോഗങ്ങൾ പകരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമുക്കതിനെ ഒന്ന് കരുതിയിരിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ചികിത്സ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെയായിരിക്കും ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ? ജലജന്യ രോഗങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷണം വയറിളക്കമാണ്. പ്രധാനപ്പെട്ട ലക്ഷണം പ്രത്യേകിച്ചും അണുബാധ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, കാര്യമായിട്ടുള്ള അണുബാധ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനോടൊപ്പം പനി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം ചില ജലജന്യ രോഗങ്ങൾ, ഉദാഹരണത്തിന് നമ്മൾ മഞ്ഞപ്പിത്തത്തിൻ്റെ കാര്യം പറഞ്ഞു, അത് മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങൾ, ഇപ്പോൾ മൂത്രം മഞ്ഞ നിറത്തിൽ പോവുക, കണ്ണിൻ്റെ വെള്ള മഞ്ഞ നിറത്തിലാവുക തുടങ്ങിയ ലക്ഷണങ്ങളും അതിനോടോടി തന്നെ വരാറുണ്ട്. അപ്പോൾ വയറിളക്കവും പനിയുമാണ് പ്രധാനമായിട്ടും. അതിൽ തന്നെ വയറിളക്കമാണ് ജലജന്യ രോഗങ്ങളുടെ ഒരു മുഖമുദ്ര എന്ന് പറയാവുന്ന രോഗലക്ഷണം. കരുതലെടുക്കുക എന്ന് പറയുന്നത് കുടിക്കുന്ന വെള്ളത്തിൻ്റെ ശുചിത്വം ഉറപ്പാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കരുതൽ. അതിൽ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഇപ്പോൾ വളരെ വ്യാപകമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യമാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇപ്പം കൊച്ചിയിലെ ഫ്ലാറ്റിൽ പോലും അവിടെ സപ്ലൈ ചെയ്ത വെള്ളത്തിലുള്ള അണുക്കൾ മൂലം അവിടെ വയറിളക്ക രോഗങ്ങളുടെ ഒരു വളരെ വലിയൊരു ഔട്ട്ബ്രേക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമ്മുടെ ഫ്ലാറ്റിൽ ലഭ്യമാകുന്ന വെള്ളം തിളപ്പിച്ചതിന് ശേഷമായിരുന്നു ഉപയോഗിച്ചിരുന്നതെങ്കിൽ അത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടാവില്ല. ഇപ്പോൾ വെള്ളം കുടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും വീടുകളിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ജലസ്രോതസ്സുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, ഉദാഹരണത്തിന് നമുക്കൊരു കിണറുണ്ട്, ആ കിണറ്റിൽ നിന്നുള്ള വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ കിണർ ക്ലോറിനേറ്റ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്ലോറിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ബ്ലീച്ചിങ് പൗഡറാണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബ്ലീച്ചിങ് പൗഡർ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടുള്ള കിണറിലെ വെള്ളത്തിലൂടെ മറ്റ് രോഗാണുക്കളൊന്നും തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. മറിച്ച് ഒരുപാട് ആളുകൾക്ക് നമ്മൾ വെള്ളം കൊടുക്കുന്ന, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പട്ടണ പ്രദേശത്തൊക്കെ മിക്കപ്പോഴും വാട്ടർ അതോറിറ്റി പൈപ്പ് വഴിയായിട്ടായിരിക്കും വെള്ളം നൽകുക. അതുപോലെ ഇപ്പം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലും വെള്ളം വ്യാപകമായിട്ട് പൈപ്പുകൾ വഴി നമ്മൾ എത്തിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ പൈപ്പുകൾ വഴി വീടുകളിലേക്ക് വെള്ളം എത്തിക്കുന്ന സമയത്ത് ആ പൈപ്പ് വെള്ളം ആവശ്യത്തിന് ക്ലോറിൻ കലക്കിയതിന് ശേഷം, ഇപ്പോൾ പൈപ്പ് വെള്ളത്തിലൂടെ നമ്മൾ ക്ലോറിൻ കലക്കുന്നത് ബ്ലീച്ചിങ് പൗഡറല്ല, അത് ക്ലോറിൻ ഗ്യാസാണ് യൂസ് ചെയ്യുക. എന്തായാലും ആവശ്യത്തിന് ക്ലോറിൻ ചേർത്തതിന് ശേഷം മാത്രം വെള്ളം കൊടുക്കുന്നതാണ് ജലജന്യ രോഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കുക, മറിച്ച് വെള്ളം വിതരണം ചെയ്യുന്ന സമയത്ത് ആവശ്യത്തിന് ക്ലോറിൻ ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പാക്കുക.
അതോടൊപ്പം തന്നെ നമ്മളുടെ ബിഹേവിയറുമായിട്ട് നമ്മുടെ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഈ മഴക്കാലത്ത് കുടിവെള്ളം ഒരല്പം കരുതിയിരിക്കുന്നത് നന്നാണ്. കാരണം വെളിയിൽ നിന്ന് കിട്ടുന്ന വെള്ളം ഒരുപക്ഷെ നമുക്ക് അത്രത്തോളം സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാൻ കഴിയണമെന്നില്ല. ഇപ്പോൾ ചായക്കടയിൽ തന്നെ ഒരാൾ വെള്ളം കുടിക്കാൻ കയറുമ്പോൾ പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ചൂട് വെള്ളത്തിനകത്തൊരു അല്പം പച്ചവെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ചൂടല്പം ക്രമീകരിച്ച് കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ചേർക്കപ്പെടുന്ന പച്ചവെള്ളം പലപ്പോഴും അപകടം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളം വ്യാപകമായിട്ട് വിതരണം ചെയ്യപ്പെടുന്ന സ്ഥലങ്ങളുണ്ടാവും. ഇപ്പോൾ കല്യാണങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ അതുപോലുള്ള ഫങ്ഷൻസ്, അത്തരത്തിലുള്ള അവസ്ഥകളിലും വിതരണം ചെയ്യപ്പെടുന്ന വെള്ളത്തിൻ്റെ ഗുണനിലവാരം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ ആളുകളുടെ കൈ, ഇപ്പം നമ്മളിപ്പോൾ ഒരു കല്യാണ സ്ഥലത്ത് വരുമ്പോൾ വലിയൊരു പാത്രത്തിൽ വെള്ളം വെച്ചിരുന്നിട്ട് അതൊരു മഗ്ഗ് കൊണ്ട് കോരി ഒഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ മഗ്ഗ് കൊണ്ട് കോരി ഒഴിക്കുന്ന ആളുടെ കയ്യിലെ അഴുക്ക് ആ വെള്ളത്തിലേക്ക് പോയിട്ട് വെള്ളം മലീമസമാകാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ വെള്ളം മലിനമാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇല്ലാതാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് ജലജന്യ രോഗങ്ങളെ പ്രതിരോധിക്കാനായിട്ട് കഴിയുള്ളൂ. വ്യക്തമാണ് ഡോക്ടർ. ഇപ്പം നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുകയാണ്, മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദ് ഡോക്ടറോട് ചോദിച്ചോളൂ. പറയൂ മുഹമ്മദ് ചോദിച്ചോളൂ. ടിവിയുടെ ശബ്ദം കുറച്ച് വെച്ച് ഡോക്ടറോട് ചോദിച്ചോളൂ. മാഡം, ഹലോ ഡോക്ടറെ. പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ് ഡോക്ടർ. ഗുഡ് ഈവനിങ്. സാറ് പറഞ്ഞത് മഹത്തായ കാര്യങ്ങൾ ജനങ്ങൾക്ക് പഠിക്കാൻ ഉതകുന്നതാണ്. അതിൽ വളരെ സന്തോഷം അറിയിക്കണം ആദ്യം. പിന്നെ വേറെ ഒന്ന് പറയാൻ, ഇതൊന്നും സാധാരണക്കാരന് യോജിക്കാത്തൊരു പരിപാടിയാണ്. കാരണം വെള്ളം ഇവിടെ പൈപ്പിൽ വരുന്നേ, അത് കുടിക്കണേ, വെള്ളം കിണറ്റിന്ന് പോരുന്നേ, അത് കുടിക്കണേ. അതിലൊന്നും ക്ലോറിനോ വേറുള്ളതോ ഒന്നും കലർത്തണം, വെള്ളത്തിന് തെറ്റായിട്ടുള്ളത് ഒന്നും ചെയ്യാൻ സാധാരണക്കാരന് സാധിക്കുന്നില്ല. പിന്നെ ഒരു പീടി കയറി ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ ഒരു മനുഷ്യന് ഈ സമയത്ത് കിട്ടുമ്പോൾ അത് വെറും പച്ചവെള്ളം തരുന്നു, പിന്നെ കുറച്ച് ചൂടാക്കി തരുമെന്ന് പറഞ്ഞാൽ അവർക്ക് മടിയാണ്. പിന്നെ അതും സാധാരണക്കാരന് പറ്റില്ല. പിന്നെ പോണ സമയത്ത് വെള്ളം കരുതണം എന്ന് പറഞ്ഞു. സാറ് പറഞ്ഞത് വളരെ നല്ല കാര്യമാണ്. അത് എല്ലാവരും കരുതിക്കൊള്ളുന്നില്ല. പെട്ടെന്ന് സാധാരണക്കാരന് പെട്ടെന്ന് പോകുമ്പോൾ അങ്ങനെ ആവും. അപ്പൊ കിട്ടുന്ന വെള്ളം കുടിക്കാൻ, അപ്പൊ ഈ കിട്ടുന്ന വെള്ളം കുടിക്കുന്നത് ഈ സാധാരണക്കാരന് സാറ് പറഞ്ഞ ഒരു കുറെ പനികളും മറ്റും പറഞ്ഞു. അത് വളരെ ഉപകാരപ്രദമായിട്ട് ജനം മനസ്സിലാക്കണമെങ്കിൽ ആ വെള്ളം നമ്മൾ കിട്ടുന്ന സ്ഥലത്ത് ആ വെള്ളം ശുദ്ധിയോടുകൂടിയാണോ, അത് സർക്കാർ പരിശോധിച്ചിട്ടുണ്ടോ എന്നുള്ളതും, ഈ കല്യാണത്തിനും മറ്റും കൊണ്ടുപോകണം ഈ വെള്ളം ഒരു കിണറ്റിൽ നിന്ന് അടിക്കുക പോലിങ്ങനെ കണ്ടമാനം കൊണ്ടുപോവുക, അത് അശ്രദ്ധമായി ചോദിച്ചു കൊടുക്കുക. ഡോക്ടർ, ചോദ്യം മനസ്സിലായി തോന്നുന്നു. അതെ. മുഹമ്മദ് ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വെള്ളം വ്യാപകമായിട്ട് വിതരണം ചെയ്യുന്ന ഇടങ്ങളിൽ, ഇപ്പം മുഹമ്മദ് തന്നെ പറഞ്ഞ കല്യാണ സ്ഥലങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ പൊതു ഇടങ്ങളിൽ ലഭ്യമാകുന്ന വെള്ളത്തിൻ്റെ ഗുണനിലവാരം തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. അതിന് നമ്മുടെ സർക്കാരിൻ്റെ ഈ ഭക്ഷ്യസുരക്ഷാ വിഭാഗം അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും അതിലെ സ്റ്റാഫിൻ്റെ എണ്ണക്കുറവും അങ്ങനെയുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും അവസരത്തിന് ഒത്തുയർന്ന് ഇത്തരത്തിലുള്ള ഇപ്പോൾ കല്യാണങ്ങൾ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ വിതരണം ചെയ്യപ്പെടുന്ന വെള്ളത്തിൻ്റെ ഗുണനിലവാരം അവർ ഉറപ്പാക്കേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതോടൊപ്പം തന്നെ നടപടിക്രമങ്ങൾ ഇവിടെ വളരെയധികം സജീവമായി സർക്കാരിൻ്റെ തലത്തിൽ നടക്കുന്നു. അതെ. അതോടൊപ്പം തന്നെ ഈ ഐസ് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ പലപ്പോഴും കമേർഷ്യലി ഉള്ള ആവശ്യത്തിന് വേണ്ടി, ഇപ്പോൾ ഉദാഹരണത്തിന് മീൻ ഐസ് ഇട്ട് വയ്ക്കാൻ വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ഐസ് ശീതളപാനീയങ്ങളിൽ ചേർക്കപ്പെടുന്നു എന്നൊരു ആരോപണമുണ്ട്. പല സ്ഥലങ്ങളിലും അത് സംഭവിക്കുന്നുണ്ട് എന്നാണ് കരുതുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ തീർച്ചയായിട്ടും സർക്കാരിന് നിയമപരമായിട്ട് തന്നെ അതിനകത്ത് ഇടപെടാനായിട്ട് കഴിയും. ഒട്ടേറെ പ്രവർത്തനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കുടിക്കുന്ന വെള്ളം, ഇപ്പോൾ വീട്ടിൽ ലഭ്യമായിട്ടുള്ള വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാനായിട്ട് കഴിയില്ല എന്ന് പറയുന്ന മുഹമ്മദ് പറയുന്നതിനോട് എനിക്ക് പൂർണ്ണമായിട്ട് യോജിപ്പില്ല. കാരണം കേരളം പണ്ട് കാലത്ത് വളരെ കൂടുതൽ, ഇന്നുള്ളതിനേക്കാൾ കൂടുതൽ ജലജന്യ രോഗങ്ങൾ ഉണ്ടായിരുന്നൊരു നാടാണ്. വളരെ വ്യാപകമായിട്ട് കോളറ ബാധയൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നല്ലൊരു ശതമാനം ആളുകൾ തിളപ്പിച്ചാറിയ വെള്ളമാണ് കുടിക്കുന്നത്. അപ്പോൾ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുന്നതിലൂടെ ജലജന്യ രോഗങ്ങളെ പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളത് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളൊരു നാടാണ് നമ്മുടേത്. പക്ഷേ പലപ്പോഴും അതിൽ നിന്ന് ആളുകൾ പിന്നോക്കം പോകുന്നു, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാനായിട്ട് മെനക്കെടുന്നില്ല. ചിലപ്പോൾ ചില അശാസ്ത്രീയമായിട്ടുള്ള ചിന്തകളും ചില പ്രചരണങ്ങളും പോലും ഇതിനകത്ത് നടക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളം തിളപ്പിച്ച് കഴിയുമ്പോൾ വെള്ളത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോവും, പച്ചവെള്ളം കുടിക്കുന്നതാണ് കൂടുതൽ ആരോഗ്യകരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അശാസ്ത്രീയ ഈ പ്രചരണങ്ങൾ
ആളുകളെ കൂടുതൽ ജലജന്യ രോഗങ്ങളിലേക്കും മഞ്ഞപ്പിത്തത്തിലേക്കും അതിലൂടെ കുറച്ച് പേരെങ്കിലും മരണത്തിലേക്കൊക്കെ എത്തിപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ മാർഗ്ഗങ്ങളെല്ലാം ഉപയോഗിക്കണം. നമ്മുടെ വീട്ടിലുള്ള വെള്ളത്തിൻ്റെ ശുചിത്വം തീർച്ചയായിട്ടും സർക്കാർ ഉറപ്പുവരുത്തും എന്ന് വിചാരിക്കരുത്. നമ്മുടെ വീട്ടിലുള്ള വെള്ളത്തിൻ്റെ ശുചിത്വം നമ്മൾ തന്നെ ഉറപ്പുവരുത്തേണ്ടതാണ്. ആ ഒരു കാര്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ രോഗത്തിൻ്റെ ആധിക്യം കുറച്ചുകൊണ്ട് വരാനായിട്ട് കഴിയുള്ളൂ. വ്യക്തമാണ് ഡോക്ടർ. പലപ്പോഴും ഈ ജലജന്യ രോഗങ്ങളിൽ പ്രധാനികളായിട്ടുള്ള ടൈഫോയിഡ്, കോളറ അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾ പലപ്പോഴും അപകടകരമാവാറുണ്ട്. എത്രയും വേഗം ചികിത്സ തേടേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതാണ്. ആ ഒരു വിഷയത്തിൽ ഡോക്ടർ എന്തൊക്കെയാണ് വിശദമാക്കാനുള്ളത്? അതെ, ഇപ്പം നമ്മുടെ മുന്നിൽ ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, ഇപ്പോൾ കോളറയുടെ കാര്യം താങ്കൾ സൂചിപ്പിച്ചു. കോളറ പൊതുജനാരോഗ്യ രംഗത്ത് കോളറ ബാധ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും മോശപ്പെട്ട ഒരു സാഹചര്യം എന്നാണ് പൊതുവിൽ വിലയിരുത്തുന്നത്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ പലപ്പോഴും പലയിടങ്ങളിലും കോളറ പോലെ മാരകമായിട്ടുള്ള ജലജന്യ രോഗങ്ങൾ പോലും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ കോളറ ഒരു പ്രദേശത്ത് പടർന്നു പിടിക്കുന്നു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഏറ്റവും മോശമായിട്ടുള്ള വെള്ളം വ്യാപകമായിട്ട് കുടിക്കുന്നു എന്നുള്ളതാണ്. അത് ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ അവിടെ ലഭിക്കുന്ന വെള്ളം അത്തരത്തിലുള്ള മോശമായിട്ടുള്ള വെള്ളമാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജലജന്യ രോഗങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വ്യാപകമായിട്ടുള്ള മഞ്ഞപ്പിത്ത ബാധയാണ്. അത് കേരളത്തിലെമ്പാടും വടക്ക് മുതൽ തെക്ക് വരെ വ്യാപകമായിട്ട് ഇത്തവണ ഈ ചൂട് സമയത്ത് നമുക്ക് മഞ്ഞപ്പിത്ത ബാധ ഉണ്ടായി. ഇപ്പോൾ ഒരല്പം അതിനകത്ത് കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ അടുത്ത വർഷം ഒരുപക്ഷേ ചൂടുണ്ടാവുന്ന സമയത്ത് മഞ്ഞപ്പിത്ത ബാധയുടെ ഒരു വ്യാപനം നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. അതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുടിവെള്ളത്തിൻ്റെ ശുചിത്വം ഉറപ്പാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ കുടിവെള്ളം മാത്രമല്ല, ഈ രോഗങ്ങളെല്ലാം തന്നെ ഭക്ഷണത്തിലൂടെയും വരാം. ഇപ്പം തണുത്ത ഭക്ഷണം, അല്ലെങ്കിൽ ഈച്ച പറ്റിയ ഭക്ഷണം, അങ്ങനെയുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ പഴകിയ ഭക്ഷണ സാധനങ്ങൾ, ഇതൊക്കെ ആഹരിക്കുന്നതും തീർച്ചയായിട്ടും വെള്ളത്തിൻ്റെ കൂടെ തന്നെ പ്രാധാന്യമുള്ളതാണ്. പിന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും ഈ രോഗങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. പ്രത്യേകിച്ച് മഞ്ഞപ്പിത്ത ബാധയിൽ നേരത്തെ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ മരണനിരക്ക് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കേരള ഗവൺമെൻറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ലാബുകളും എല്ലാം സംവിധാനങ്ങൾ ഇത് പരിശോധിക്കുന്ന സമയത്ത് ആദ്യം ഉണ്ടായിരുന്നൊരു സംശയം, പുതുതായിട്ട് ഏതെങ്കിലും ഒരു വൈറസ്, ഈ മഞ്ഞപ്പിത്ത വൈറസിന് എന്തെങ്കിലും രൂപപരിണാമം സംഭവിച്ച് മ്യൂട്ടേഷൻ വല്ലതും സംഭവിച്ച് അത് കൂടുതൽ ആളുകളെ മരണത്തിലേക്ക് തള്ളിവിടുന്നതാണോ എന്ന് പരിശോധിക്കുകയുണ്ടായി. പക്ഷേ അത്തരത്തിലുള്ള മ്യൂട്ടേഷൻസ് ഒന്നും തന്നെ മഞ്ഞപ്പിത്ത വൈറസിൽ സംഭവിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ട് എന്ന് പറയുമ്പോൾ 2-3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്ന്, മഞ്ഞപ്പിത്ത ബാധ ഉണ്ടാകുന്ന സമയത്ത് ഉടനടി ആശുപത്രിയിൽ ശരിയായിട്ടുള്ള വൈദ്യസേവനം തേടുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരാളെ പോയി കാണുക എന്നുള്ളതിനേക്കാൾ ശരിയായ വൈദ്യസഹായം തേടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ അതിനാവശ്യമായിട്ടുള്ള പ്രതിരോധ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുകയും ജീവൻ രക്ഷിക്കുകയും ചെയ്യാനായിട്ട് കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പലപ്പോഴും മഞ്ഞപ്പിത്തം വന്ന് മരിക്കുന്ന ആളുകൾ, എല്ലാവരും അല്ല, പക്ഷേ ചെറിയൊരു ശതമാനം ആളുകൾ ആ മരണത്തിലേക്ക് നീങ്ങുന്നതിന് കാരണം അവരുടെ കരളിൻ്റെ ആരോഗ്യം ഇപ്പോൾ തന്നെ കുറച്ച് പ്രശ്നമാണ്. ഇപ്പോൾ മദ്യപാനം ശീലമുള്ള ആൾക്കാർക്ക് കരൾ രോഗം വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അതൊരു ചെറിയ മഞ്ഞപ്പിത്തമാണെങ്കിൽ പോലും മരണത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കരളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കരളിൻ്റെ ആരോഗ്യവും, പ്രത്യേകിച്ച് മദ്യപാനം, പൊണ്ണത്തടി കുറയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ. കാരണം ജലജന്യ രോഗങ്ങൾ നമ്മളെ അപകടപ്പെടുത്താതിരിക്കാൻ നമ്മുടെ ശാരീരിക ആരോഗ്യം പൊതുവിൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനിയുള്ള കാലങ്ങളിൽ ജലജന്യ രോഗങ്ങൾ വർദ്ധിച്ചു വരാനാണ് സാധ്യത. കാരണം ഈ കാലാവസ്ഥാ വ്യതിയാനവുമായിട്ട് ബന്ധപ്പെട്ട് ജലം കൂടുതലായിട്ട് മലിനമാകാനുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടുകയും ജലദൗർലഭ്യം പ്രത്യേകിച്ചും വേനൽക്കാലത്ത് വളരെ രൂക്ഷമാവുകയും മഴക്കാലത്ത് പലപ്പോഴും അതിതീവ്ര മഴ ഉണ്ടാവുകയൊക്കെ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ കൂടും എന്നുള്ളതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ശുചിത്വം നമ്മൾ വളരെയധികം കരുതിയിരിക്കണം. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, വീട്ടിൽ സംബന്ധിച്ചിടത്തോളം തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ശീലമാണ്. ഡോക്ടർ, നമ്മൾ ജലജന്യ രോഗങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. ഇതിനിടയിൽ ചോദിക്കട്ടെ, എലിപ്പനി ഇപ്പോൾ കൂടുതൽ നമുക്കിടയിൽ കണ്ടുവരാറുണ്ട്. പലപ്പോഴും അത് ഈ ഒരു മഴവെള്ളത്തിൽ നമ്മൾ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയാണ് പലരിലും എലിപ്പനി കാണാറുള്ളത്. എലിപ്പനി എത്രത്തോളം ഗുരുതരമാണ്? ഈ മൺസൂൺ സമയത്ത് നമ്മൾ ഏറ്റവും അധികം ഭയപ്പെടേണ്ട 2 പ്രധാനപ്പെട്ട ഈ പൊതുജനാരോഗ്യ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇൻഫെക്ഷസ് ഡിസീസ്, പകർച്ചവ്യാധികൾ, ഒന്ന് ഡെങ്കിപ്പനിയും മറ്റേത് എലിപ്പനിയാണ്. ഡെങ്കിപ്പനി സാധാരണഗതിയിൽ ഇടവിട്ട് മഴ പെയ്യുന്ന സമയത്ത് വളരെയധികം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എലിപ്പനി അതേസമയം കണ്ടിന്യൂസ് റെയിൻ, അതായത് തുടർച്ചയായിട്ട് മഴ പെയ്യുകയും നമ്മുടെ ഓടകളിലൊക്കെ ഉള്ള വെള്ളം ഒഴുകി റോഡിലേക്കൊക്കെ ഒഴുകി നീങ്ങുകയും വെള്ളക്കെട്ടുകളൊക്കെ രൂപപ്പെടുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിലാണ് കൂടുതലായിട്ട് എലിപ്പനി ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിലെമ്പാടും വ്യാപകമായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്.
കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് മഴ പെയ്യുകയാണ്. ഇനിയും ദിവസങ്ങൾ മഴ നീണ്ടു നിൽക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു 2 ആഴ്ചയ്ക്ക് ശേഷം വളരെ വ്യാപകമായിട്ട് എലിപ്പനി ബാധ ഉണ്ടാകും എന്നതാണ് വിചാരിക്കേണ്ടത്. എലിപ്പനി എന്ന് പറയുമ്പോൾ എലി മാത്രമല്ല, ഈ സസ്തന വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്ന മൃഗങ്ങൾ, അതിനകത്ത് കന്നുകാലികളുണ്ടാവും, പൂച്ചയുണ്ടാവും, പട്ടിയുണ്ടാവും. പട്ടിയെ സംബന്ധിച്ചിടത്തോളം പട്ടി വളരെ പ്രധാനപ്പെട്ട ഒരു അനിമലാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മുടെ തെരുവുകളിൽ ധാരാളമായിട്ട് നായ്ക്കളുണ്ട്. അപ്പോൾ ഈ നായ്ക്കളെ മൂത്രം അല്ലാന്നുണ്ടെങ്കിൽ എലികളുടെ മൂത്രമൊക്കെ വീണ് കിടക്കുന്ന ഈ വെള്ളത്തിൽ എലിപ്പനിക്ക് കാരണമായിട്ടുള്ള അണുജീവികൾ ധാരാളം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ സമയത്ത് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ചെന്നിറങ്ങുന്ന സമയത്ത് പലപ്പോഴും വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് നമ്മൾ കാലേ കൂട്ടി അറിഞ്ഞുകൊണ്ടല്ല, പെട്ടെന്ന് രൂപപ്പെടുന്ന വെള്ളക്കെട്ടാണ്. മണ്ണിലുള്ള ഈ അണുജീവികളെല്ലാം ഈ വെള്ളത്തിൽ കലങ്ങിയിട്ടുണ്ടാകും. നമ്മൾ അതിനകത്ത് ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ നമ്മുടെ കാലിലൊരു മുറിവുണ്ടാകാം, ചിലപ്പോൾ കാലിൽ സ്കിൻ ഡിസീസസിൻ്റെയൊക്കെ ഭാഗമായിട്ട് മുറിവുകൾ നേരത്തെ ഉണ്ടായിട്ടുള്ളതാകാം. ചിലപ്പോൾ ആ സമയത്തൊരു മുറിവുണ്ടാകും. കാരണം ഈ വെള്ളത്തിലൂടെ നടക്കുമ്പോൾ വെള്ളത്തിനടിയിലുള്ള കുപ്പിച്ചില്ലോ അല്ലെങ്കിൽ കല്ലുകളോ ഒന്നും നമ്മൾ ശ്രദ്ധിക്കണമെന്നില്ല. പലപ്പോഴും നമ്മുടെ കാലുകളൊക്കെ മുറിയാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഈ അണുജീവികൾ ഈ വെള്ളത്തിൽ ഈ മുറിവിലൂടെ ഉള്ളിലേക്ക് കടക്കുകയും അത് എലിപ്പനി എന്ന് പറയുന്ന ഒരു രോഗം, ഒരു പനിയാണ് സാധാരണ ഉണ്ടാവുക. ശക്തമായിട്ടുള്ള ശരീരവേദനയും പനിയുമാണ് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. പക്ഷേ എലിപ്പനിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അത് ഏതാണ്ട് ഒരു 5% ആളുകളിൽ അത് മരണം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ചികിത്സിച്ചാൽ പോലും ചിലപ്പോൾ 1%-2% ആളുകൾ മരണപ്പെട്ടു പോകാനുള്ള സാധ്യതയുള്ള ഒരു രോഗമാണ്. എലിപ്പനിക്ക് കൃത്യമായിട്ടുള്ള ചികിത്സയുണ്ട്, ചികിത്സിച്ച് ഏറെക്കുറെ നമുക്ക് മാറ്റാനായിട്ട് കഴിയും. പക്ഷേ എങ്കിൽ പോലും കാര്യമായിട്ടുള്ള ശ്രദ്ധ ഈ കാര്യത്തിൽ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മലിനജലവുമായിട്ട് സമ്പർക്കത്തിൽ വരുന്ന സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക. അത്തരത്തിലുള്ള ഒഴിവാക്കാനാകാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ കാലുകളുടെ ശ്രദ്ധ, നല്ല പാദരക്ഷകൾ ഉപയോഗിക്കുക, കാലിൽ മുറിവുണ്ടാകാതെ സംരക്ഷിക്കുക. അതോടൊപ്പം തന്നെ കാലിൽ എന്തെങ്കിലും ഒരു കാലുറ, നമ്മൾ ഈ ഗംബൂട്ടുകളെന്ന് പറയുന്ന നീളമുള്ള പ്ലാസ്റ്റിക് അല്ലെ റബ്ബർ ഷൂസുകളാണ് പൊതുവിൽ പറയുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ അത്ര ലഭ്യമായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറെങ്കിലും കാലിൽ കെട്ടിവെച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള വെള്ളവുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നു എന്നുള്ള കാര്യം ഉറപ്പാക്കുക. കാലിൽ മുറിവുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും മലിനജലവുമായിട്ട് സമ്പർക്കത്തിൽ പോകുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാക്കുക. വീട്ടിൽ കന്നുകാലികളെയൊക്കെ വളർത്തുന്ന ആൾക്കാർ അതിൻ്റെ ചാണകവും മൂത്രവും ഒക്കെ കൈകാര്യം ചെയ്യുമ്പോൾ കൈകളൊക്കെ സോപ്പിട്ട് കഴുകുക. മുറിവുള്ള സമയത്ത് ഒരു കാരണവശാലും അത് കൈകാര്യം ചെയ്യാതിരിക്കുക. തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മലിനജലവുമായിട്ട് നമ്മുടെ ശരീരത്തിലെ മുറിവുള്ള ഒരു ഭാഗം സമ്പർക്കത്തിൽ വന്നാൽ നമുക്ക് എലിപ്പനി വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളത് കണ്ടറിഞ്ഞ് പെരുമാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ എലിപ്പനി ഉണ്ടാകാനുള്ളൊരു സാഹചര്യം ഉണ്ടായെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്നു എന്ന് നമുക്കറിയാം. അത് വളരെ കൃത്യമായിട്ട് നമ്മൾ പറയുന്നത് ഈ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിക്കൊക്കെ പോകുന്ന സഹോദരിമാരൊക്കെ ഏതെങ്കിലും ജലാശയങ്ങൾ വൃത്തിയാക്കാൻ പോകുന്ന സമയത്ത് ആ ജലാശയം ചിലപ്പം കാലങ്ങളായിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്നതായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ജലാശയങ്ങൾ വൃത്തിയാകുന്ന സമയത്ത് പ്രത്യേകിച്ചും പണിക്കിടയിൽ പരിക്ക് പറ്റുകയും മുറിവൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് കാലേക്കൂട്ടി തന്നെ എലിപ്പനിക്കെതിരെയുള്ള പ്രതിരോധ ഔഷധം കഴിക്കാനായിട്ട് കഴിയും. എലിപ്പനിയുടെ പ്രതിരോധ ഔഷധം ഡോക്സിസൈക്ലിൻ എന്ന് പേരുള്ള ഒരു ആൻറ്റിബയോട്ടിക്കാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ അത് ലഭ്യമാണ്. അവിടെ ചെന്നിട്ട് അടുത്ത ആഴ്ച ഞാനിങ്ങനൊരു പണിക്ക് പോകാൻ പോവുകയാണ്, അല്ലെങ്കിൽ എൻ്റെ വീടിന് ചുറ്റും വെള്ളം കെട്ടിക്കിടക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഞാനിന്ന് നടന്ന സമയത്ത് മലിനജലത്തിൽ എൻ്റെ കാലൊന്ന് മുറിഞ്ഞു, എലിപ്പനി ഉണ്ടാകാനുള്ള ഒരു പ്രിവെൻറ്റീവ് മെഡിസിൻ വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ലഭ്യമാക്കും. അത് ഡോക്സിസൈക്ലിൻ ടാബ്ലറ്റ് 200 മില്ലിഗ്രാം 100 മില്ലിഗ്രാം ആയിട്ടാണ് അതിൻ്റെ ടാബ്ലറ്റ് കിട്ടുക. അങ്ങനെ ആകുമ്പോൾ 2 ടാബ്ലറ്റ് ആഴ്ചയിലൊരിക്കൽ കഴിച്ചാൽ മതി. ആഴ്ചയിലൊരിക്കൽ ഭക്ഷണത്തിന് ശേഷം ഒരു ഫുൾ ഗ്ലാസ് വെള്ളത്തോടു കൂടി, കാരണം അത് തൊണ്ടയിലൊന്നും ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫുൾ ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറയുന്നത്. ഞാൻ അഡൾട്ട് ഡോസാണ് പറയുന്നത്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഡോസിൽ വ്യത്യാസം ഉണ്ടാവും. പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളാണെങ്കിലും ആ മരുന്നിനകത്ത് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഡോക്ടറെ കണ്ടതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ. പക്ഷേ സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം എലിപ്പനി ഉണ്ടാകാനുള്ള സാഹചര്യത്തിൽ പ്രതിരോധ മരുന്ന് കഴിക്കാനായിട്ട് കഴിയും. സാഹചര്യങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലിനജലവും ശരീരത്തിലുള്ള മുറിവും തങ്ങളിൽ സമ്പർക്കത്തിൽ വരാനുള്ള സാഹചര്യം ഒഴിവാക്കുക വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മുടെ നാട്ടിൽ പകർച്ചവ്യാധികൾ ആളുകളെ കൊല്ലുന്ന രോഗങ്ങളുടെ കൂട്ടത്തിൽ ഏതാണ്ട് 1-ാം സ്ഥാനത്ത് വരുന്ന രോഗം എലിപ്പനിയാണ്. കൂടുതൽ ആളുകൾക്ക് വരുന്നത് ഡെങ്കിപ്പനിയാണെങ്കിലും ഡെങ്കിപ്പനിയുടെ മരണനിരക്കിനേക്കാൾ കൂടുതലാണ് എലിപ്പനിയുടെ മരണനിരക്ക്. മഴ വളരെയധികം നമ്മളോടൊപ്പം പ്രേക്ഷകൻ ചേരുന്നു, കോഴിക്കോട് നിന്നും ഗോവിന്ദൻ ഡോക്ടറോട് ചോദിച്ചോളൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഞാൻ സാറിപ്പോൾ സംസാരിക്കുന്ന വിഷയം ബന്ധപ്പെട്ടാണ് എന്റെ ചോദ്യം വന്നത്. അതായത് ഇപ്പൊ ഈ പുറത്തിറങ്ങാൻ നമ്മൾ ഈ വെള്ളത്തിൽ ചവിട്ടേണ്ടി വരും. പ്രത്യേകം മഴക്കാലത്ത് ഇടയിലും റോഡിലും എല്ലാം തന്നെ ഈ വെള്ളം ഉണ്ടാകുമല്ലോ, പല സ്ഥലത്തുനിന്ന് ഒലിച്ചു വരുന്ന വെള്ളമൊക്കെ.
അതെ. അപ്പൊ നമ്മൾ വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും പ്രിക്കോഷൻ ചെയ്യേണ്ടതുണ്ടോ? അതായത് ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ ഡെറ്റോൾ വെള്ളത്തിലോ കഴുകുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഉണ്ടാവുമോ? നമുക്ക് മുറിയൊന്നും ഇല്ലെങ്കിൽ കൂടി ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് അതിന് വല്ല മെച്ചമുണ്ടോ? അല്ല, വീട്ടിൽ വന്നിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള രോഗങ്ങളെ തടയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗം കൈയും കാലും സോപ്പിട്ട് നന്നായിട്ട് കഴുകുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കൊരു മലിനജലവുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നൊരു സാഹചര്യം, അതിപ്പോൾ മലിനജലവുമായിട്ട് സമ്പർക്കത്തിൽ വരുന്ന സാഹചര്യം മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീട്ടിൽ കന്നുകാലികളെ വളർത്തുകയാണെങ്കിൽ അതിൻ്റെ ചാണകം വാരിയതിന് ശേഷം, അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വീട്ടിൻ്റെ പുറത്ത് സാധാരണഗതിയിൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും നിപ്പ എന്ന് പറഞ്ഞ രോഗത്തിനെ പേടിയാണല്ലോ. പക്ഷെ നമ്മളൊരു സാഹചര്യത്തിൽ ഒരു വവ്വാല് ചപ്പിയ ഒരു കശുമാങ്ങ എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി, അറിയാതെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഈ നിപ്പ പേടി നമ്മളെ ബാധിച്ചതെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് ഈ പറയുന്ന സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുന്നതിലൂടെ ബാക്ടീരിയ ആണെങ്കിലും വൈറസ് ആണെങ്കിലും ഇത്തരം രോഗാണുക്കളെ ഒരു പരിധി വരെ നമുക്ക് അകറ്റി നിർത്താനായിട്ട് കഴിയും. അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം മലിനമായിട്ടുള്ള വെള്ളവുമായിട്ട് സമ്പർക്കത്തിൽ വരാനുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക. 100% അതിന് കഴിയില്ല. അതിനിടയിൽ മുറിവ് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എലിപ്പനിക്കെതിരെയുള്ള പ്രതിരോധ മരുന്ന് കഴിക്കുന്നതാണ് നല്ലത്. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഇടപെടുന്ന ആയിരക്കണക്കിന് ആളുകളിൽ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ് എലിപ്പനി ഉണ്ടാകുന്നത്. പക്ഷേ എങ്കിൽ പോലും എലിപ്പനി ബാധ ഒരു പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നവും അത് ഒരുപക്ഷെ മരണകാരണവുമാകുന്ന ഒരു രോഗമാണെന്നുള്ളതുകൊണ്ട് ആ കാര്യത്തിൽ ഒരല്പ ശ്രദ്ധ കൂടുതലെടുക്കുന്നത് നന്നായിരിക്കും. പ്രേക്ഷകന് വ്യക്തമായി എന്ന് കരുതുന്നു. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഡോക്ടർ, വളരെയധികം നന്ദി. ജലജന്യ രോഗങ്ങൾ എങ്ങനെ തടയാം എന്നതിനെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. നമുക്കിപ്പം ഉണ്ടായിരുന്നത് മഞ്ചേരി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം പ്രൊഫസർ ഡോക്ടർ TS അനീഷാണ്. ഹലോ ഡോക്ടർ പൂർണ്ണമാകുന്നു.